ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ കണ്ട ഫോട്ടോ, നാളികേരം ചേർക്കുന്ന ഫോട്ടോ, അതെൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അതിപ്പോഴത്തെ ഫോട്ടോ ഒന്നുമല്ല, ഒരു 4 കൊല്ലം മുന്നത്തെ ഫോട്ടോ ആണ്. അപ്പോൾ ആൾ കുക്കിങ്ങിൽ വലിയ പുലിയൊന്നുമല്ല. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ച് ലോക്ക്ഡൗണോട് കൂടിയിട്ട്. നാളികേരമൊക്കെ ചരണ്ടി തരാറുണ്ട്, വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല. പിന്നെ ഇതിൻ്റെ കൂടെ സിസ്റ്ററിലോ ഉണ്ടാക്കി വിജയിച്ചൊരു നാനിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഏതായാലും ലോക്ക്ഡൗൺ സംബന്ധിച്ച് ഗൾഫിൽ പ്രവാസികൾക്കിടയിൽ സൗകര്യമുള്ളവർക്കാണെങ്കിൽ സമയമുണ്ട്. ഒരു വെള്ളിയാഴ്ച ബീഫ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ വീഡിയോ ആണ്, അതിൻ്റെ ഫോട്ടോ ആണിത്. റൈസിൽ ഇത്തിരി പശക്കൊക്കെ പറ്റിയെങ്കിലും കുഴപ്പമുണ്ടായില്ല ബിരിയാണി. അപ്പോൾ റൂംമേറ്റ്സിൻ്റെ ഇടയിലൊക്കെ സ്റ്റാറായി എന്നൊക്കെ പറഞ്ഞു കേട്ടത്. ചില റെസിപ്പികൾ വിളിച്ച് ചോദിക്കും, ചിലത് യൂട്യൂബിലല്ലേ, യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യും. ഏതായാലും കുറച്ച് ഫുഡ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു ഇതോടുകൂടിയിട്ട്. ഇത് വേറൊരു ദിവസം ചോറിന് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വീഡിയോ അയച്ചാണ്. പരിപാടിയില്ല, അതിൻ്റെ കോഴിമുട്ട ഒഴിക്കണം, മോര് തൈരിങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. തൈര് വെച്ചിട്ടുണ്ട്, കുറുക്കി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ കറി വെക്കാനുള്ള പരിപാടി. ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മസാലകളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാല എടുക്കണം, അതോടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്, അപ്പോൾ കുറച്ചധികം നേരത്തേക്ക് വെക്കാം, അതൊന്ന് സെപ്പറേറ്റ് വേവിക്കാം. ഉരുളക്കിഴങ്ങ് അതിലൊക്കെ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിൽ ഏകദേശം ചെറുതായി പൊട്ടുന്ന ലെവലിൽ അപ്പോൾ അവസാനം ഇട്ടാൽ മതിയല്ല. ഇതൊക്കെ ഉണ്ടാക്കണത് തന്നെ ഒരു കണക്കിനാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോയും കൂടെ എടുക്കാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഉണ്ടാക്കണ വീഡിയോ ഒന്നും തൽക്കാലം ഇല്ല. പിന്നെ ഇത് ബാക്കിയുള്ളൊരു വേറൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. മെസ്സ് ഇങ്ങനെ ഓരോരുത്തർക്ക് മാറി മാറി വരുമല്ലോ. അപ്പോൾ ഇതൊരു സദ്യ, ഇത് വേറെ ബാക്കി റൂംമേറ്റ്സ് ഉണ്ടാക്കിയാണ്. അഫീസ് നോട്ട്ബുക്ക് നാട്ടിലുള്ള ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ വരും, അതുകൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ ചെയ്യേണ്ട, സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ബെലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് എന്തൊക്കെ വീഡിയോസ് ഇടുമ്പോഴും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക. പിന്നെ ഈ അഫീസ് നോട്ട്ബുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് അവിടെ ഒരു സിമ്പിളാണ്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കും FB ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് പ്ലേലിസ്റ്റുകൾ നോക്കിയാൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഹോം പേജിലേക്ക് പോവും. അതുവഴി വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ മുൻപത്തെ വീഡിയോസ് ഇങ്ങനെ ഓർഡറായിട്ട് കിട്ടും. അതിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റായിട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. ഇഷ്ടമുള്ള പ്ലേലിസ്റ്റ് നോക്കി എടുക്കുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഓക്കെ, അപ്പോൾ ആഷിഫിന് കിട്ടിയ ചാൻസ് പായസം ഉണ്ടാക്കാൻ ഏറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സേമിയ പായസം ഉണ്ടാക്കി നോക്കി, അതും സക്സസ് ആയി. ഇത് ഒരു ദിവസം മീൻകറി വെച്ചാണ് കേട്ടോ. ഇവിടെ നാട്ടിൽ വിളിച്ചു വെച്ചിട്ട് ചെയ്തതാണ്, തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതേ, നല്ല പച്ചപ്പയർ ബീൻസും ഇട്ട് നല്ല സ്റ്റാക്കിങ്ങനെ വരണം. മെഴുക് വട്ടി, അതിൻ്റെ ഇടയിൽ നാളികേരം ഇട്ടിട്ടുണ്ട്. നാളികേരത്തിൻ്റെ കൊപ്പില്ലേ, അടിപൊളി ടേസ്റ്റ് സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇത് കാണിച്ചെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ പ്രചോദനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും പ്രവാസികൾക്ക്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നാനിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഒരു ചെറിയ ബൗളിൽ ഒരു 1.25 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു 3-4
ടീസ്പൂൺ പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളവും മിക്സ് ചെയ്ത് വെക്കണം. 4 കപ്പ് മൈദയാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 കപ്പ് മൈദയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1.25 ടീസ്പൂൺ ഈസ്റ്റും 3 ടീസ്പൂൺ പഞ്ചസാരയും ചൂടുവെള്ളവും. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് 4 കപ്പ് മൈദക്ക്. തൈര് മൈദയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈകൊണ്ട് നന്നായിട്ട് കുഴക്കുക. ഈസ്റ്റ് അവിടെ മൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്, അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാത്ത കാരണമാണ് അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചത്. ഷഫ്നാസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നോക്കിയിട്ടാണ് ആദ്യത്തെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ച് നേരം കുഴച്ച് നല്ലൊരു പരുവത്തിലായി വരുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചെടുക്കുന്ന ഈസ്റ്റിൻ്റെ സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും കുഴച്ച് നോക്കുക. എന്നിട്ടത് ഒരു ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റും അല്ലാത്ത പരുവത്തിലാക്കുക. ഇനി തരി പൊടി വേണമെങ്കിൽ ഇട്ട് കുഴക്കാം. വീണ്ടും നന്നായി കുഴച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ബട്ടർ നാനാകുമ്പോൾ ചുട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ബട്ടർ അതിൻ്റെ മേലെ ഇങ്ങനെ തൂക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ. ബട്ടർ നാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, വേറെ ഇതൊന്നുമല്ല, ഗാർലിക് നാനൊന്നുമല്ല. അപ്പോൾ മാവ് കുഴച്ച് കഴിഞ്ഞിട്ട് ഇനി അത് ഇത്തിരി വലിയ ബൗളിൽ ഇട്ടിട്ട് നനഞ്ഞൊരു തുണി കൊണ്ട് മൂടി വെക്കാം. നന്നായിട്ട് മൂടി വെക്കാം ഒരു അരമണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മളത് തുറന്ന് നോക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കുഴക്കണം. ആ കുഴയിലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക. അത് ഏതൊരു അപ്പം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ അല്ലേ. ഇപ്പോൾ ചപ്പാത്തി ആയാലും കുബൂസ് ആയാലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇത് ബറാത്ത് രാവ് ഉണ്ടായിരുന്നല്ലോ, അന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അന്നത്തെ വൈകിട്ടത്തെ പലഹാരം മീൻസ് ഡിന്നറിന് ഇതായിരുന്നു ഭക്ഷണം. അപ്പോൾ ഇനി കുഴച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത്ര വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഓരോ ബോൾസാക്കി എടുത്ത് പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കാം. ചുട്ട് കഴിയാനാകുമ്പോൾ ബട്ടർ സ്പ്രെഡ് ചെയ്യണം. അത് ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ചുട്ടിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുന്ന നേരത്താണ് ബട്ടർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നാൻ റെഡിയായി കിട്ടി. സോഫ്റ്റ് ആയിരുന്നു കഴിക്കാൻ. പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് ഉണ്ടാവുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതൊന്നും കൂടെ പെർഫെക്റ്റായി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും എൻ്റെ പേജ് അഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്